ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മീനാക്ഷി കുഞ്ഞിനെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ്. തെരുവിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നു. മീനാക്ഷിയെ ക്രോസ് ചെയ്തു വന്ന ഒരു വണ്ടിയിൽ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം മൈഥിലിയുടെ ബോധം പോയിരിക്കുകയാണ്. മൈഥിലി ഇപ്പോൾ തറയിൽ കൂടി വലിച്ചിഴച്ചുകൊണ്ട് വൈശാഖ് കൊണ്ടുപോകുന്നു. എന്നിട്ട് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. മൈഥിലിയുടെ തലയിൽ നിന്ന് ബ്ലഡ് വരുന്നു. അവിടെ കിടക്ക്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വൈശാഖ് പോകുന്നു. ഇതേസമയം കാർത്തിയെ കാണിക്കുന്നുണ്ട്. കാർത്തിയാണെങ്കിൽ ആ ടാബ്ലറ്റിൻ്റെ മയക്കത്തിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. തുടർന്ന് ഇപ്പോൾ മറ്റൊരാളെ കാണിക്കുന്നു. അയാൾ മദ്യപിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ദ്രജിയുടെ ഭർത്താവാണത്. ഇന്ദ്രജിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ മാധവ മന്ദിരത്ത് ഒറ്റയ്ക്ക് ഇതാദ്യമായിട്ടാണ്. എന്തായാലും കുറച്ച് ദിവസം കേരളത്തിൽ ഒരു സ്വൈര്യ വിഹാരം എന്നൊക്കെ അയാൾ പറയുന്നു. ഈ സമയം അനന്തഗോപൻ ഇയാളെ വിളിക്കുന്നു. അനന്തഗോപൻ പറയുന്നു, ഇന്ദ്രജ മേഡം എന്നോട് പറഞ്ഞിരുന്നു സാർ ഇങ്ങോട്ട് വരുന്നു എന്നും മേഡം കുറച്ച് ദിവസത്തേക്ക് ദുബായിലേക്ക് പോകുന്നു എന്നും. ഇത് കേട്ട് ദേവരാജൻ എന്നാണ് അയാളുടെ പേര്. അയാൾ പറയുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമയം അവിടുന്ന് വിട്ടു നിൽക്കാൻ സാധിക്കില്ല. കുട്ടികളുടെ കാര്യം കൊണ്ടല്ല, ബിസിനസ് ഒരു ദിവസം പോലും അവിടുന്ന് മാറി നിൽക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെയുള്ള കാര്യത്തിന് ഞാൻ തന്നെ വേണം. ബിസിനസ്സായിട്ട് തന്നെ പോകണം. ഞാൻ ഇന്ദ്രജിയെ പോലെയല്ല, വെട്ടൊന്ന് മുറി രണ്ട്, അതാണ് എൻ്റെ രീതി. വിചാരിച്ച കാര്യം നടക്കാതിരുന്നാൽ ഞാൻ എങ്ങനെയും സാധിച്ചെടുക്കും. ചതിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ സഹിക്കില്ല ഞാൻ. ഇത് കേട്ട് അനന്തഗോപൻ പറയുന്നു, ആ ഉടവാളിൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കും സാറിന് ഇത്രയും ടെൻഷൻ. സംശയമെന്ത്, ആ വാളിന് കോടികളുടെ വിലയുണ്ട് എന്നതല്ല എൻ്റെ പ്രശ്നം. ആ വാൾ ഞങ്ങളുടെ കയ്യിലെത്തണം. ചെമ്പകമംഗലം നശിച്ചു എന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. അതാണ് എന്നെ അസ്വസ്ഥനാകുന്നത്. ആ തറവാട് തകർത്തിട്ടേ ഞാൻ ഇനി ഇവിടുന്ന് തിരിച്ചു പോകൂ. അതിന് ഒരു മുൻ വൈരാഗ്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നു. ചെമ്പകമംഗലത്തെ വാളാണ് സാറിൻ്റെ പ്രശ്നമെങ്കിൽ ആ വാള് ഞാൻ അങ്ങ് തന്നാലോ? എന്താണ് താൻ പറഞ്ഞത്? സത്യമാണോ എന്നൊക്കെ അയാൾ ചോദിക്കുന്നു. സാറല്ല, ആരും അമ്പരന്ന് പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്. ചെമ്പകമംഗലത്തെ ഒറിജിനൽ വാൾ എൻ്റെ കയ്യിലുണ്ട്. അതെങ്ങനെ എൻ്റെ കയ്യിൽ വന്നോ, ആര് തന്നോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല എന്നും അനന്തഗോപൻ. അതൊക്കെ എൻ്റെ ഒരു ബിസിനസ് സീക്രട്ടായിട്ട് കരുതിയാൽ മതി. സാറും ഒരു ബിസിനസ്സുകാരനല്ലേ എന്ന് അദ്ദേഹം പറയുന്നു. ബിസിനസ്സിൽ പെട്ടതാളെ പോലും ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിച്ചവരെ ഈ ദേവരാജൻ ചതിക്കത്തുമില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഗോപൻ പറയുന്നു, എന്തായാലും വാള് കയ്യിൽ കിട്ടുമ്പോഴെങ്കിലും സാറ് വിശ്വസിക്കുമല്ലോ. സാർ ഒരു അല്പനേരം വെയിറ്റ് ചെയ്യണം, ഞാൻ വാളുമായിട്ട് അങ്ങോട്ടേക്ക് എത്താം. വാൾ വാങ്ങാൻ ആൾ റെഡിയല്ലേ എന്നും ചോദിക്കുന്നു. സാറേ, ആ വാള് കയ്യിൽ തരുന്നതിന് മുമ്പ് എൻ്റേതായ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. അത് സാർ അംഗീകരിച്ചാലേ വാള് ഞാൻ കയ്യിൽ തരത്തുള്ളൂ എന്നും അയാൾ പറയുന്നു. അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അയാൾ. അങ്ങനെ ഗോപൻ തൻ്റെ ഡിമാൻഡ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ വാള് ഞങ്ങൾക്ക് വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വാളുമായി വേഗം വരൂ എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അവർ. ശേഷം കാണിക്കുന്നത് കുഞ്ഞിനെയും കൊണ്ട് ആ ഗുണ്ടകൾ എത്തിയിരിക്കുന്നത് ഇയാളുടെ അടുത്ത് തന്നെയാണ്, ദേവരാജൻ്റെ അരികിൽ തന്നെ. അവർ വന്നിട്ട് നോക്കുന്നത് ഇന്ദ്രജയാണ്. ദേവരാജൻ പറയുന്നു, പേടിക്കണ്ട, സുനിയും ആൾക്കാരും അല്ലേ, ഇന്ദ്രജ എൻ്റെ ഭാര്യയാണ്. മേഡം എയർപോർട്ടിൽ നിന്നും എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് സുനി. കുറച്ച് ദിവസത്തേക്ക് ഒരു ട്രാൻസ്ഫർ, അവൾ ദുബായിലേക്ക്, ഞാൻ കേരളത്തിലേക്ക്. എന്തായാലും വാക്കിന് വ്യവസ്ഥയുള്ള കൊട്ടേഷൻകാരാണ്. ഈ പണിക്ക് പ്രധാനമായിട്ടും വേണ്ടത് വിശ്വാസമാണെന്നും പിന്നെ കൃത്യനിഷ്ഠയെന്നും അയാൾ പറയുന്നു. ഈ കുഞ്ഞെങ്ങനെയാണ് നിങ്ങളോട് കമ്പനിയായോ എന്ന് അയാൾ ചോദിക്കുന്നു. പിന്നെ ഭയങ്കര കമ്പനിയാണെന്നൊക്കെ അവർ പറയുന്നു. ഒരു കൊട്ടേഷൻകാരിയായിട്ട് വളർത്തിയെടുത്താൽ എന്താണെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. മേഡത്തിൻ്റെ വിളിയിൽ ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ കൊച്ച് തെങ്കാശി കഴിഞ്ഞേനെ എന്നും അവർ പറയുന്നു. ഇനി സാറിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തേക്കാൻ പറയുമ്പോൾ ദേവരാജൻ പറയുന്നു, നോ, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് പോകുന്നുണ്ട്. ദേവരാജൻ കാശ് കൊണ്ടുവന്ന് സുനിയുടെ കയ്യിൽ കൊടുക്കുന്നു. സുനി, ഇത് പോരെങ്കിൽ ഞാൻ അയച്ചു തരാമെന്ന് പറയുന്നു. അത് സാരമില്ല, എന്താവശ്യം പറഞ്ഞാലും മേഡം ഞങ്ങൾക്ക് വാരിക്കോരി തരുന്നതല്ലേ എന്ന് സുനി. ഷൈജുവിനോട് കൊച്ചിനെ അങ്ങോട്ടേക്ക് കൊടുക്കാൻ പറയുന്നു. ആ കുഞ്ഞിനെ എടുത്തിട്ട് ദേഷ്യത്തോടെ കുഞ്ഞിനോട് പറയുകയാണ് ദേവരാജൻ, ഇവിടെ കിടന്ന് കരയുകയോ കാറുകയോ ചെയ്താൽ ഞാൻ വലിച്ചെറിഞ്ഞ് കളയുമെന്ന്. വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ചൂരലും കൊണ്ടുവരണം, കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് സുനിയും ടീമും അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ചെന്താമരം എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിളിക്കുകയാണ് ഇപ്പോൾ അയാൾ. മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്നു. സാവിത്രി ഇപ്പോൾ അനന്തഗോപനെ കാണാൻ വന്നിരിക്കുന്നുണ്ട്. മേഡം ഓപ്പണായി രംഗത്ത് വന്നാൽ അത് വലിയ ആപത്താണ്. വാള് വിറ്റത് മേഡമാണെന്നറിഞ്ഞാൽ മോഷണക്കേസിൽ അകത്താകുമെന്ന് പറയുന്നു. അത് വേണ്ട, കാര്യം ആ ഉടവാളിൻ്റെ പ്രധാന അവകാശി ഞാനും എൻ്റെ മകനാണ് എന്ന് സാവിത്രി പറയുമ്പോൾ അനന്തഗോപൻ പറയുന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല മേഡം, കാര്യം അതിൻ്റെ പിന്നിൽ ഒരു കേസുണ്ട്.
അതിപ്പോൾ എന്ത് കേസായാലും നൂറ്റാണ്ടുകൾ കൊണ്ട് അത് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടേ വിധിക്കൂ എന്ന് സാവിത്രി. അതൊക്കെ പ്രവചനാതീതമാണ്. കോടതിയല്ലേ, കേസ് എങ്ങനെയാണ് വിധിക്കുകയെന്ന് പറയാൻ കഴിയില്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയമില്ലെന്ന് സാവിത്രി. എനിക്കിപ്പോൾ കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ റിസ്കിന് തയ്യാറാവുന്നതെന്ന് സാവിത്രി. എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ഞാൻ ഈ റിസ്കിന് തയ്യാറായത് എന്ന് അനന്തഗോപൻ. മാത്രമല്ല റിസ്ക് എടുക്കുമ്പോൾ എനിക്കും പ്രയോജനം ഉണ്ടാകണമല്ലോ. സാവിത്രി പറയുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് പണം കിട്ടിയേ പറ്റൂ, അത്രയ്ക്ക് ആവശ്യമാണ്. എൻ്റെ മേഡം, വാള് കൊടുത്താൽ നിമിഷം അയാൾ പണം തരും. ഒരു നല്ല ആളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുമല്ല ഇനി അയാളുമായി ഇങ്ങോട്ട് വരണമെങ്കിൽ അതും ആകാമെന്ന് പറയുമ്പോൾ സാവിത്രി പറയുന്നു, അയ്യോ ഇങ്ങോട്ട് വരണ്ട, അത് വലിയ കുഴപ്പമാകും. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ വാള് കാണിച്ചിട്ട് ഒരു 4-5 കോടി രൂപ അഡ്വാൻസായി വാങ്ങിക്കാം. അത് ഈ വാള് കൊടുത്താൽ അതിൻ്റെ മതിപ്പ് വില മൊത്തം അയാളിങ്ങ് തരുമല്ലോ എന്ന് അനന്തഗോപൻ പറയുന്നു. രൂപ ഒരുമിച്ച് തരുന്ന കച്ചവടക്കാരനാണോ എന്ന് സാവിത്രി ചോദിക്കുന്നു. ആരായാളെന്നും സാവിത്രി ചോദിക്കുമ്പോൾ അനന്തഗോപൻ പറയുന്നു, ഈ ഡീൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനും മേഡവും ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. അതിലൊന്നാണ് മേഡം ഇപ്പോൾ ചോദിച്ച ചോദ്യം. ഞാൻ പറഞ്ഞ കണ്ടീഷൻ മേഡം അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ബിസിനസ് തുടർന്ന് പോകാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്കിത് അവസാനിപ്പിക്കാമെന്നും പറയുന്നു. മേഡം പേടിക്കണ്ട, ഇതിൻ്റെ റിസീവറാണ് ഞാൻ. ഇതിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെയും പേരിലോ മേഡത്തിനെ ഞാൻ ഒറ്റില്ല. മേഡത്തിന് എന്നെ വിശ്വസിക്കാം. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലെന്ന് പറഞ്ഞോ ഞാൻ? വേറെ ആരാണെന്നല്ലേ ഞാൻ ചോദിച്ചോളൂ എന്ന് സാവിത്രി. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞതെന്ന് ഗോപൻ. ശരി, അത് വിട്ടേക്ക്, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഇത് ഉടവാളാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. വിറ്റാലുടൻ പണം എനിക്ക് തരണമെന്നും സാവിത്രി. എന്നാൽ പിന്നെ താമസിക്കേണ്ട, ആരെങ്കിലും വരുന്നതിന് മുമ്പ് വേഗം പൊയ്ക്കോളാനും പറയുന്നു. ഇപ്പോൾ ആ ഉടവാള് സാവിത്രി അനന്തഗോപന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് സാവിത്രിയും അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് സാവിത്രി. എന്നാൽ മീനാക്ഷി ഇപ്പോഴും തെരുവിൽ കുഞ്ഞിനെ തിരക്കി നടക്കുന്നു. മീനാക്ഷി പോകുന്ന വഴിയിൽ 3 ഗുണ്ടകൾ നിൽക്കുന്നു. എടാ, ഒരു പെണ്ണെന്ന് പറഞ്ഞ് അവർ മീനാക്ഷിയെ ചൂണ്ടിക്കാണിക്കുന്നു. അവൾ ഒറ്റയ്ക്കാണ്, ചുറ്റിക്കളിയല്ല. അവൾക്ക് എന്തോ തട്ടുകേട് പറ്റിയിട്ടുണ്ടെന്നും അവർ പറയുന്നു. വിട്ടുകളയുന്നത് മണ്ടത്തരമാണ്, പൊക്കിക്കൊണ്ട് പോയാലോ എന്നൊക്കെ പറയുന്നു. റാഞ്ചിയെടുത്ത് ജീപ്പിലേക്ക് ഇട്ടാൽ നമ്മുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകാം, ചത്തില്ലെങ്കിൽ നമുക്ക് നാളെ എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്നും പറയുന്നു. അങ്ങനെ ഇപ്പോൾ മീനാക്ഷിയുടെ പിന്നാലെ പോകാൻ തുടങ്ങുകയാണ് അവർ. മീനാക്ഷിയെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറയുന്നു, പെങ്ങളുകുട്ടി എവിടെ പോവുകയാണെന്ന്. പേടിക്കേണ്ട പെങ്ങളെ, എവിടെയാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവിടാമെന്നും അവർ പറയുന്നു. ഈ രാത്രി ഇവിടേക്ക് ഒറ്റയ്ക്ക് പോകാൻ നിൽക്കേണ്ട, മര്യാദയ്ക്ക് ഇവള് വരില്ല, ഇവളെ പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ പറയുന്നു. അങ്ങനെ മീനാക്ഷിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ മീനാക്ഷി അവരിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. മീനാക്ഷി ഇപ്പോൾ അവരെ കാണാതെ മറഞ്ഞു നിൽക്കുകയാണ്. മീനാക്ഷിക്ക് അവിടെ നിന്നും ഒരു വടി കിട്ടുകയാണ്. അതുമായി അങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ മീനാക്ഷിയെ കാണുന്നത്. ദാ നിൽക്കുന്നടാ അവൾ എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ നേരെ വരുമ്പോൾ മീനാക്ഷി ആ കമ്പ് കൊണ്ട് അവരെ അടിച്ചിടുന്നുണ്ട്. എന്നാൽ വീണ്ടും അവരെല്ലാവരും കൂടി മീനാക്ഷിയെ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മീനാക്ഷി നിലവിളിക്കുന്നു. അവളെ അങ്ങ് വിട്ടേക്കിട എന്ന് പറഞ്ഞ് സച്ചി അവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ സച്ചി അവരെ അടിച്ചൊതുക്കുകയാണ്. മീനാക്ഷിയെ രക്ഷിക്കാൻ എത്തിയതാണ് സച്ചി. ഇതിനിടയിൽ സച്ചി അവർ 3 പേരും കൂടി പിടിച്ചു വെക്കുമ്പോൾ ഇടയ്ക്ക് മീനാക്ഷി അതിലൊരാളെ ചവിട്ടുകയും ചെയ്യുന്നു. അങ്ങനെയും സച്ചിയെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് മീനാക്ഷിയുടെ കഴുത്തിന് ഞെക്കുകയാണ് മറ്റൊരാൾ വന്ന്. എന്നാൽ സച്ചി ഇപ്പോൾ മീനാക്ഷിയെ വീണ്ടും രക്ഷിക്കുന്നു. വരാനിരിക്കുന്ന